നല്ല റിച്ച് ലുക്ക് തരുന്ന സെമി മൊഡാൾ സിൽക്ക് സാരീസ്, അതും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടിയ അടിപൊളിയായിരിക്കില്ലേ. അപ്പൊ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അഫോർഡബിൾ റേഞ്ചിലുള്ള സെമി മൊഡാൾ സിൽക്ക് സാരീസ് ആണ്. നല്ലൊരു പ്രീമിയം ലുക്ക് തരുന്ന സാരീസ് ആണ് മൊഡാൾ സിൽക്ക് സാരീസ്. പക്ഷെ അത് വളരെ കോസ്റ്റ്ലി ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഏകദേശം ഒരു 3000 to 5000 റേഞ്ചിലാണ് അത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിലുള്ള സെമി മൊഡാൾ സിൽക്ക് സാരീസ് ആണ്. അതിലൊരു ഫസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നമ്മളൊരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് വന്നിരിക്കുന്ന പ്രിന്റ് ആണ്. നമുക്ക് ആ ഒരു മിഡിൽ പാർട്ടില് ബോഡി പാർട്ടിൽ വന്നിരിക്കുന്ന ഒരു മെറൂൺ ആൻഡ് ബ്ലാക്ക് ഷെയ്ഡിൽ ഒരു ബോക്സ് ഡിസൈനകത്ത് വന്നിരിക്കുന്ന ഒരു പ്രിന്റ് ആണ്. ഓൾ ഓവർ സാരിയിൽ നമുക്ക് ആ സെയിം പ്രിന്റ് ആണ് ബോഡി പാർട്ടിൽ വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് താഴത്തെ ഒരു ബോർഡർ വന്നിരിക്കുന്ന കുറച്ച് വീതി കൂടിയ ബോർഡർ ആണ് വന്നിരിക്കുന്നത്. ഒരു കോഫി ബ്രൗൺ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മെറൂൺ ആൻഡ് ബ്ലാക്ക് കളറിലുള്ള പ്രിന്റുകളാണ് നമുക്ക് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന ഒരു ചെറിയ പ്രിന്റ് നമുക്ക് മുകളിൽ ചെറിയൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു പാറ്റേണിലാണ് നമുക്ക് സാരിയുടെ ബോഡി പാർട്ടിൽ വന്നിരിക്കുന്ന പ്രിന്റ് വന്നിരിക്കുന്നത്. പിന്നെ താഴേക്ക് വരുമ്പോഴത്തേക്ക് ഇതാണ് താഴത്തെ പ്ലീറ്റ്സിൽ നിന്ന് വരുന്ന വ്യൂ. മിഡിൽ പാർട്ടിൽ നമുക്ക് ആ ചെറിയ കളർ ഷെയ്ഡിൽ വരുന്ന മെറൂൺ ആൻഡ് ബ്ലാക്ക് പ്രിന്റ് വന്നിട്ട് താഴെ വലിയ ബോർഡർ ഒക്കെ വന്ന് ഒരു നല്ല രസമാണ് നമുക്ക് ആ താഴത്തെ പ്ലീറ്റ്സ് കാണാനായിട്ട്. ഇതാണ് സാരിയുടെ മുന്താണി വരുന്നത്. മുന്താണിയിൽ നമുക്ക് പലതരത്തിലുള്ള പ്രിന്റുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു പിങ്ക് ബാക്ക്ഗ്രൗണ്ടിൽ വന്നിരിക്കുന്ന ഒരു പ്രിന്റ്, പിന്നെ ഇവിടെ ഒരു അജറക് പ്രിന്റ് പോലെ വന്നിരിക്കുന്നു. ഒരു സെയിം ഡിസൈൻ തന്നെ. ഏറ്റവും അവസാനം താഴെ നമുക്കൊരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ ചെറിയ പ്രിന്റുകൾ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മുന്താണിയാണ് നമുക്ക് സാരിക്ക് വന്നിരിക്കുന്നത്. ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. ബ്ലൗസ് പീസ് നമുക്ക് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് പോൾക്ക ഡോട്ട്സ് വരുന്ന ബ്ലൗസ് പീസ് ആണ് ചെയ്തിരിക്കുന്നത്. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഔട്ട്ലുക്ക് ആയിരിക്കും വരുന്നത്. അടുത്തത് കാണിക്കാൻ പോകുന്നത് നമുക്ക് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിലെ പ്രിന്റ് വരുന്നതാണ്. ഇതിന്റെ മിഡിൽ പാർട്ടിൽ വന്നിരിക്കുന്ന ഒരു അജ്ര പ്രിന്റ് ആണ്. ഒരു മെറൂൺ ആൻഡ് ബ്ലാക്ക് ഷെയ്ഡിൽ അല്ലെ വൈറ്റ് ഷെയ്ഡിൽ വന്നിരിക്കുന്ന പ്രിന്റ് ആണ് നമുക്ക് ബോഡി പാർട്ടിൽ വന്നിരിക്കുന്നത്. അതുപോലെ അതിന്റെ ബോർഡർ വരുന്നത് കുറച്ച് വീതി കൂടിയ ബോർഡർ ആണ്. അത് നമുക്ക് മുകളിലും താഴെയും സെയിം വിഡ്ത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. താഴേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കൊരു ലീഫ് ഡിസൈൻ ആണ് നമുക്ക് അതിന്റെ ബോർഡറിൽ വന്നിരിക്കുന്നത്. അതുപോലെ ഇതാണ് നമ്മുടെ മുന്താണി വന്നിരിക്കുന്നത്. മുന്താണിയിലും പല ഡിസൈൻസ് വന്നിട്ടുണ്ട്. എല്ലാം പല പ്രിന്റുകളാണ് നമുക്ക് സാരിയിൽ വന്നിരിക്കുന്നത്. ഈ ഒരു രീതിയിലാണ് അതിന്റെ മുന്താണി പോയിരിക്കുന്നത്. കുറെ ലൈൻസ് വന്നിട്ട് ഓരോ ലൈൻസിന്റെ ഇടയ്ക്കും നമുക്കിങ്ങനെ ഓരോരോ പ്രിന്റുകൾ കൊടുത്തിരിക്കുകയാണ്. അതുപോലെ അതിന്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇതാണ് ചെറിയ ലീഫ് ഡിസൈൻ. ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ചെറിയ ചെറിയ ലീഫ് ഡിസൈൻ ഓൾ ഓവർ ആ ബ്ലൗസ് പീസിൽ വന്നിരിക്കുകയാണ്. അടുത്തത് വരുന്നതും ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള സാരിയാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ മിഡിൽ പാർട്ടിൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. മുകളിലും താഴെയും കുറച്ച് വീതി കൂടിയ ബോർഡർ വന്നിരിക്കുകയാണ്. ആ ഒരു പ്രിന്റ് വരുന്നത് നമുക്ക് ബോർഡറിലാണ്. ഒരു ചെറിയൊരു ഡിസൈൻ വന്നിട്ട് ഒരു സിഗ്സാഗ് ഡിസൈൻ ആണ് നമുക്ക് ബോർഡറിൽ വന്നിരിക്കുന്നത്. ഒരു മെറൂൺ ഷെയ്ഡ്, ഒരു കോഫി ബ്രൗൺ, ഒരു ബ്ലാക്ക് ആൻഡ് നേവി ബ്ലൂ ഷെയ്ഡിലുള്ള സിഗ്സാഗ് ഡിസൈൻ ആണ് നമുക്ക് ബോർഡറിൽ വന്നിരിക്കുന്നത്. ആ സെയിം ഡിസൈൻ തന്നെയാണ് നമുക്ക് താഴത്തെ ബോർഡറിലും ചെയ്തു വന്നിരിക്കുന്നത്. ഇതാണ് സാരിയുടെ മുന്താണി വന്നിരിക്കുന്നത്. മുന്താണിയിലാണെങ്കിലും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. ആദ്യമേ കാണിച്ചിരിക്കുന്ന ഒരു കോഫി ബ്രൗണിൽ ഒരു അജ്ര പ്രിന്റ് വന്നിരിക്കുന്നു. അത് കഴിഞ്ഞ് അടുത്തത് വരുന്ന ഒരു ചെറിയൊരു വുഡൻ ഡിസൈൻ പോലെ ഒരു പല കളറിൽ പല ഷെയ്ഡ്സിൽ നമുക്കൊരു പ്രിന്റ് വന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ കാണിച്ച കോഫി ബ്രൗൺ ഷെയ്ഡിലുള്ള പ്രിന്റ് വന്നിട്ട് അവസാനം വേറൊരു ഫ്ലോറൽ പ്രിന്റ് വന്ന് അങ്ങനെ ഒരു ഡിസൈനാണ് നമുക്ക് മുന്താണിയിൽ ചെയ്തു വന്നിരിക്കുന്നത്. ഇതാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. ബ്ലൗസ് പീസ് നമുക്ക് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഫ്ലോറൽ ഡിസൈൻ, ഒരു ചെറിയ ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. അതിന് നിറഞ്ഞു നിൽക്കുകയാണ്. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും അതിന്റെ ഒരു ഔട്ട്ലുക്ക് വരുന്നത്. അടുത്തത് വരുന്നത് നമുക്കൊരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിന്റെ ഒരു ചെറിയ ഡിഫറൻസ് എന്നാന്ന് വെച്ചാൽ നമുക്ക് അതിൽ കൂടുതലും മെറൂൺ ഷെയ്ഡാണ് വന്നിരുന്നത്. ഈ ഒരു സാരിക്ക് നമുക്കൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് കൂടുതൽ കാണിക്കുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത നമുക്ക് ഹാഫ് ആയിട്ടാണ് നമുക്ക് പ്രിന്റ് വന്നിരിക്കുന്നത്. ആദ്യത്തെ ഒരു ഹാഫ് പാർട്ട് നമുക്ക് പ്ലെയിൻ ആയിട്ട് ബ്ലാക്ക് കളറിൽ പ്ലെയിൻ ആയിട്ട് വന്നിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് താഴേക്ക് വലിയ ഒരു ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കോഫി ബ്രൗൺ ആൻഡ് ക്രീം കളറിലുള്ള ഒരു പ്രിന്റ് ആണ് നമുക്ക് സാരിയിൽ വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ്. ഇപ്പൊ താഴത്തെ പ്ലീറ്റ്സിലൊക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ പ്രിന്റ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടായിരിക്കും കിടക്കുന്നത്. ഇതാണ് സാരിയുടെ മുന്താണി വന്നിരിക്കുന്നത്. മുന്താണിയിൽ ഇതുപോലെ തന്നെ എല്ലാ സാരിയിലും പല പല പ്രിന്റുകളാട്ടോ വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ചെറിയൊരു ഫ്ലോറൽ പ്രിന്റ് വന്നിരിക്കുന്നു, ഒരു അജ്ര പ്രിന്റ് പോലെ. അത് കഴിഞ്ഞിട്ട് വേറൊരു ചെറിയ പ്രിന്റ് വന്നിരിക്കുന്നു. നമ്മൾ ഇപ്പൊ കാണിച്ചിരിക്കുന്ന സെയിം പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ ടാസൽസ് ഒക്കെ പോലത്തെ വരുന്നൊരു ചെറിയ ചെറിയ പ്രിന്റുകൾ നമുക്ക് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഇനി ബ്ലൗസ് പീസ് കാണിക്കാം. ഇതാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. ബ്ലൗസ് പീസ് ആണെങ്കിലും ചെറിയ വ്യത്യാസമുണ്ട്.
ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലൂ ആൻഡ് കോഫി ബ്രൗൺ ഷെയ്ഡിലുള്ള ഒരു ചെറിയൊരു ലീഫ് ഡിസൈൻ അല്ലെങ്കിൽ ഒരു ചെറിയ ഫ്ലോറൽ ഡിസൈൻ ആണ് നമുക്ക് ബ്ലൗസ് പീസിൽ വന്നിരിക്കുന്നത്. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് ഔട്ട്ലുക്ക് വരുന്നത്. പ്രീമിയം ലുക്ക് വരുന്ന സെമി മൊഡാൾ സിൽക്ക് സാരി നമ്മൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സാരിയുടെ പ്രൈസ് വരുന്നത് 1149 ആണ്. റെഡി ടു ഡിസ്പാച്ച് ആണ്, ഫ്രീ ഷിപ്പിംഗ് ആണ്. സാരി ഓർഡർ ചെയ്യുന്നതിന് വേണ്ടി വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.